പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ പല വിധത്തിലുള്ള സ്ട്രഗിൾസ് നാം ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്കും ചില സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. എന്നാൽ അതെന്തുമായിരിക്കും എന്ന് വെച്ചാൽ, മറ്റുള്ളവർ നിങ്ങളെ വെറുക്കും, നിങ്ങൾക്ക് പേഴ്സിക്യൂഷനൊക്കെ നേരിടേണ്ടി വരും. അതാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. സൊസൈറ്റിയിൽ നിങ്ങളെ ഔട്ട്കാസ്റ്റായിട്ട് മറ്റുള്ളവർ കരുതുമെന്ന് പറഞ്ഞു. കാരണം അന്നത്തെ ജനത്തിന് യേശുവിനെ ദൈവമായി രാജാവായി ഒന്നും അംഗീകരിപ്പാൻ മനസ്സില്ലാത്തൊരു കൂട്ടമായിരുന്നു. അപ്പോൾ സ്ട്രഗിൾ വരും. ദ സ്ട്രഗിൾ ഈസ് റിയൽ. പക്ഷേ അത് സഹിപ്പാൻ കഴിവ് പ്രാപിച്ചെടുക്കണമെന്ന് അവരെ ഉദ്ബോധിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതവണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ മനസ്സിലാകുക നമ്മുടെ ജീവിതത്തിൽ ഇനി ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സേ ജീവിക്കാനുള്ളൂ എന്ന്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആരുമായിട്ട് നിങ്ങൾ ആ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കും? എന്തുമായിരിക്കും നിങ്ങൾ അവരോട് പറയുന്നത്? ഞാൻ ഈ വായിച്ച വേദഭാഗം യേശു കർത്താവിൻ്റെ അവസാന സമയമായപ്പോൾ യേശു കർത്താവിന് മനസ്സിലായി, ഇനി കുറച്ച് ദിവസമേ തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ അൺജസ്റ്റായിട്ട് തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള കാര്യം യേശുവിനെ അറിയാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സ്കെയറി ഫീലിംഗ് ആയിരിക്കും, അല്ലേ? തൻ്റെ ശിഷ്യന്മാരുമായി ചേർന്നുള്ള തൻ്റെ ജീവിതത്തിനൊരു അവസാനം വരുമെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം വർഷങ്ങൾ താൻ ഈ ശിഷ്യന്മാരുമായിട്ടാണ് താൻ തൻ്റെ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് അവരോട് പറയാൻ താൻ ആഗ്രഹിച്ചതൊക്കെ താൻ അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. അവർ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ, പേഴ്സിക്യൂഷനെക്കുറിച്ചൊക്കെ യേശു അവരെ ബോധവാന്മാരാക്കി. യേശു പറഞ്ഞു, എന്നെ ഈ ലോകം വെറുത്തു, അതുപോലെ ലോകം നിങ്ങളെയും വെറുക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ അവസാന വാക്കുകളൊക്കെ സ്നേഹത്താൽ നിറയപ്പെട്ട വാക്കുകളായിരുന്നു. എന്നാൽ യേശു കർത്താവിന് എല്ലാവരോടും ഒരു കനിവുണ്ടായിരുന്നു, ഒരു ദയയുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഹൃദയമായിരുന്നു തൻ്റേത്. തനിക്കറിയാമായിരുന്നു തൻ്റെ മുമ്പിലുള്ള ഇന്നത്തെ ജീവിതം ഈസി അല്ല, അത് തനിക്ക് യോഗ്യമായിരിക്കില്ലെന്ന് തനിക്കറിയാമായിരുന്നു. തൻ്റെ ശിഷ്യന്മാർ അവരെല്ലാവരും, അവർക്കും അതുപോലെയുള്ള പേഴ്സിക്യൂഷനും പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിടേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് യേശു കർത്താവ് അവരോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവ് കംഫർട്ടറാണെന്നും എൻകറേജറാണെന്നും കമ്പാനിയനാണെന്നും ഒക്കെ പറഞ്ഞ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് അവർക്ക് വലിയൊരു അവബോധം നൽകി. പ്രൈസ് ഗോഡ്. ഗോഡ് ലിവിങ് ഇൻ അസ് ബൈ ഹിസ് സ്പിരിറ്റ്. എത്ര നല്ല ഒരു സംഗതിയാണ്, അല്ലേ? അപ്പോൾ ഈ പേഴ്സിക്യൂഷനൊക്കെ സംഭവിക്കുമെന്ന് യേശു കർത്താവ് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. എങ്കിലും അതോടൊപ്പം തൻ്റെ വിശ്വസ്തത, യേശു കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയുള്ള ഫെയ്ത്ത്ഫുൾനെസ് തൻ്റേത് എങ്ങനെയായിരിക്കുമെന്ന് താൻ ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുത്തു. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. യേശു കർത്താവിനെ അനുകരിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് ദൈവമക്കളെ, നമ്മളും ജീവിതത്തിൽ എതിർപ്പ് നേരിടേണ്ടി വരും.
നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തവരാകൊണ്ട് നമ്മെ ഇഷ്ടപ്പെടാതെ നമ്മുടെ ചുറ്റുമുള്ള ചിലരുടെ ജീവിതത്തിൻ്റെ ദേഷ്യവും കോപവും ആകാത്ത ഭാവവും ഒക്കെ നാം എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് ഗോഡ്. പെർസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, പെർസിക്യൂഷൻ അല്ലെങ്കിൽ ഓപ്പോസിഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തും ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ദൈവപൈതലെ നിനക്ക് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമോ? സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ചാരാൻ, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യുവാൻ. ആ പരിശുദ്ധാത്മാവിനെ നാം ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. ആദിമസഭയും പെർസിക്യൂഷൻ നേരിട്ടു. നമുക്കറിയാം, സ്തേഫാനോസ് രക്തസാക്ഷിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നു: അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 7:60, അതായത് തൊട്ടടുത്ത അധ്യായത്തിലെ ഒരു വാക്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 7:60 ഇങ്ങനെ പറയുന്നു: അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതെന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രൈസ് ഗോഡ്. അതിനുശേഷം നമ്മൾ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ യാക്കോബിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ 12 എണ്ണത്തിൽ യാക്കോബിനെ പെർസിക്യൂഷൻ്റെ സമയത്ത് ആ ഉപദ്രവങ്ങളെല്ലാം ലീഡ് ചെയ്തിരുന്ന കിങ് ഹെറോദ് അഗ്രിപ്പായുടെ സമയത്ത് കൊല്ലപ്പെടുവാൻ തക്കവണ്ണമിടയായി. നമുക്കൊക്കെ തോന്നും ഈ പെർസിക്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിലെ ഒരു സംഗതിയാണെന്ന്. ദൈവമക്കളെ, മറന്നു പോകരുതേ. കേരളത്തിൻ്റെ ഈ കോണിലൊക്കെ താമസിക്കുന്ന നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും വേണ്ടതുപോലെ അറിയില്ല. അതിപ്പോഴും ഈ പെർസിക്യൂഷൻ ഇറ്റ് ഈസ് ഓൾ സ്റ്റിൽ ഹാപ്പനിങ് നൗ. ഞാൻ പറയട്ടെ, എത്രയോ പേര് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നിട്ട് അവരുടെ കഴുത്ത് വെച്ചു കൊടുക്കേണ്ടി വരുന്നു മരണത്തിന്. ഫിസിക്കലി വിശ്വാസത്തിന് വേണ്ടി പെർസിക്യൂഷൻ സഹിച്ചത് ആയിരങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോഴും പല സ്ഥലങ്ങളിലും സോഷ്യൽ പെർസിക്യൂഷനുണ്ട്. ക്രിസ്ത്യാനിറ്റി ഇല്ലീഗലാന്ന് പറയുന്ന സ്ഥലത്തും ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ചിലയിടത്ത് കൾച്ചറലായിട്ടുള്ളൊരു റിലീജിയസ് ബിലീഫ് മാത്രമായിട്ട് യേശുവിനെക്കുറിച്ചുള്ളതായിട്ട് നിലനിൽക്കുന്ന കൂട്ടരുണ്ട്. ഞാൻ പറയട്ടെ, വിശ്വാസത്തിന് വേണ്ടി ഏത് കഷ്ടത സഹിച്ചാലും നമ്മുടെ ജീവിതയാത്രയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ യേശു കർത്താവിനെ നാം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിൽ നിന്ന്, ഫാമിലിയിൽ നിന്നൊക്കെ ചിലപ്പോൾ പ്രഷർ നേരിട്ടെന്നിരിക്കും. നമ്മൾ പഴയ പോലെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എൻഗേജ്ഡ് ആകാത്തത് കൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കാൻ അനേകർ മടിക്കും. നമ്മുടെ ടീച്ചേഴ്സ്, കോളേജ് പ്രൊഫസേഴ്സ് ഒക്കെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. അവർക്കും നമ്മോടുള്ള മനോഭാവത്തിൽ നമ്മെ വേണ്ട എന്നുള്ള മട്ടിലായിരിക്കും. നമ്മുടെ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരും. നമ്മുടെ നേരെ പോരടിക്കുന്ന ശത്രുവിന്മേൽ ജയമെടുപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രമേ ഉള്ളൂ നമുക്ക് വഴി. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം ദൃഷ്ടി തിരിക്കുമ്പോൾ ആ വചനങ്ങളെല്ലാം നമുക്ക് പ്രത്യാശ തരുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് പെർസിക്യൂഷൻ ഫേസ് ചെയ്യുമ്പോൾ ദൈവം നമ്മെ ചേർത്ത് കൊള്ളുമെന്ന്, സകലതും കാണുന്ന അറിയുന്ന ദൈവം നമ്മെ ചേർത്ത് പിടിക്കുമെന്ന് ദൈവത്തിലെ നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പെർസിക്യൂഷൻ ഇല്ലാത്തൊരു നാൾ വരും, ഒരു രാജ്യം വരും. അന്ന് മനസ്സിലാകും നമ്മുടെ സഫറിങ്ങിൽ നാം മാത്രമല്ല ഒറ്റയ്ക്ക് സഹിച്ചത്,
കർത്താവും നമ്മോടുകൂടെ കഷ്ടം സഹിക്കുന്നവനായി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കർത്താവിൻ്റെ കൂടെ യുഗം ജീവിപ്പാൻ തക്കവണ്ണം സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏത് വിധത്തിലുള്ള പേഴ്സിക്യൂഷൻസ് കടന്നു വന്നാലും കർത്താവേ, മഹത്വത്തിൻ്റെ പ്രത്യാശ എന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ കർത്താവിൻ്റെ മഹത്വമേറിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുപ്പാൻ, മഹിമ കണ്ട് സാക്ഷികളായി നിലനിൽപ്പാൻ എല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.